ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ വിഷയം ഓരോ കാര്യത്തിനും നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിച്ച ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ടത് എന്നാണ്. കാരണം നമ്മുടെ പ്രാർത്ഥനകൾ യേശുവിൻ്റെ അടുത്ത് പോകാതെ തടഞ്ഞു വയ്ക്കുന്ന ഒരു ദുഷ്ടശക്തിയുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ പ്രാർത്ഥനകൾ അത് മുക്കിക്കളയുന്നു. പ്രാർത്ഥന എന്നത് വലിയൊരു ആത്മീയ പോരാട്ടമാണ്. നമ്മുടെ പ്രാർത്ഥന യേശുവിൻ്റെ അടുത്തും യേശു നൽകുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടാതെയും സാത്താൻ പ്രവർത്തിക്കും. എന്ത് പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്കുണ്ടാകണം. ആ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോൾ എന്ത് ആവശ്യങ്ങൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ള ബോധ്യം നമുക്ക് തന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കണം. ഈശോ നമ്മുടെ സഹായകനായി നൽകിയിട്ടുള്ളതാണ് പരിശുദ്ധാത്മാവ് എന്ന് പൂർണ്ണമായും വിശ്വസിക്കണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്തു ശക്തിയുണ്ടോ അതേ ശക്തി പരിശുദ്ധാത്മാവിനും ഉണ്ട്. ത്രിയേക ദൈവത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് പരിശുദ്ധാത്മാവ്. പ്രാർത്ഥനയിലിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യരുത് എന്ന പ്രേരണ ഉണ്ടാകുന്നത് തന്നെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്നേഹിച്ച് കൂടെ നിർത്തണം. നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കും, അല്ലേ? നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ പറയാതെ തന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കറിയാം. വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് അതിന് കാരണം. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവുമായിട്ട് നല്ലൊരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം പരിശുദ്ധാത്മാവ് നടത്തി തരും. പിതാവേ, യേശുവേ, പരിശുദ്ധാത്മാവേ, നിങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ടവരാണെന്ന് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നെന്നും ഇടയ്ക്കിടയ്ക്ക് ഈശോയോട് പറയണം. ദാവീദ് രാജാവിൻ്റെ കാര്യം നമുക്കറിയാം. അവൻ ചെറിയ പ്രായത്തിൽ തന്നെ സിംഹത്തിനെയും കരടിയെയും ജയിച്ചവനാണ്. പലതരത്തിലുള്ള യുദ്ധമുറകളും ദാവീദിന് അറിയാം. എന്നിരുന്നാൽ പോലും ഓരോ പ്രാവശ്യത്തിനും യുദ്ധത്തിന് പോകുമ്പോൾ ദൈവത്തോട് ചോദിക്കാതെ അവൻ പുറപ്പെടാറില്ല. ഞാൻ പോകുന്ന ഈ യുദ്ധത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്തു വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത്, എങ്ങനെയാണ് ശത്രുക്കളെ കീഴ്പ്പെടുത്തേണ്ടതെന്ന് ചോദിക്കും, പ്രാർത്ഥിക്കും. ഓരോ യുദ്ധത്തിന് പോകുമ്പോഴും വ്യത്യസ്തമായ മുറകളാണ് ദൈവം പറഞ്ഞു കൊടുക്കുന്നത്. വ്യത്യസ്തമായ വഴികളിലാണ് ദൈവം ദാവീദിനെ നയിച്ചത്. എല്ലാ യുദ്ധങ്ങളും ഒരേപോലെ നടത്തിയാൽ ശത്രുക്കൾക്ക് നമ്മെ പെട്ടെന്ന് തകർക്കാൻ കഴിയും. അതുകൊണ്ടാണ് ദൈവം വ്യത്യസ്ത വഴികളിലൂടെ നയിക്കുന്നത്. കർത്താവ് ചിലപ്പോൾ മുന്നിൽ നിന്നും യുദ്ധം ചെയ്യാൻ പറയും, ചിലപ്പോൾ മറഞ്ഞിരുന്ന് യുദ്ധം ചെയ്യാൻ പറയും, ചിലപ്പോൾ പിന്നിൽ നിന്ന് യുദ്ധം ചെയ്യാൻ പറയും. ഏത് രീതിയിലാണെങ്കിലും കർത്താവ് നമുക്ക് വിജയം നൽകും. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും. എല്ലാ പ്രശ്നത്തിനും ഒരേ രീതിയിലല്ല കർത്താവ് പ്രാർത്ഥിക്കാൻ പറയുക. ഇവിടെയാണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടേണ്ടത്. ചില സമയത്ത് കുമ്പസാരിക്കാൻ പറയും, ചിലപ്പോൾ ക്ഷമിക്കാൻ പറയും, ഉപവാസം എടുക്കാൻ പറയും, നിയോഗത്തോടെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ പറയും. അങ്ങനെയൊക്കെയാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ഒരു കാര്യം യേശുവിനോട് പ്രാർത്ഥിച്ചിട്ട് അതിനുള്ള ഉത്തരം നമുക്ക് ലഭിക്കുന്നത് ചിലപ്പോൾ രാത്രിയോ പുലർച്ചെയോ ആയിരിക്കും. ആ സമയത്ത് നമ്മൾ മടി കൂടാതെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച വിഷയത്തെക്കുറിച്ച് ഒരു ഭാരം വരും. ആ ഭാരം വരുന്നത് ഏത് സമയത്താണെങ്കിലും അന്നത്തെ പ്രാർത്ഥന ആ വിഷയം തന്നെ ആയിരിക്കണം. ആ സമയത്ത് പ്രാർത്ഥിക്കണം. ആ ഭാരം പരിശുദ്ധാത്മാവ് തരുന്ന അടയാളമാണ്. ആ സമയത്തെ പ്രാർത്ഥന ആ പ്രശ്നത്തിന് ആവശ്യമായതുകൊണ്ടാണ് ആ ഭാരം തരുന്നത്. അത് നിങ്ങൾ തിരിച്ചറിയണം. കിടന്നുറങ്ങുന്ന സമയമാണെങ്കിലും ജോലി ചെയ്യുന്ന സമയമാണെങ്കിലും എല്ലാം വിട്ട് ഒരു 5-10 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാവരും ഈ രീതിയിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കണം. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.